നിത്യത്തൊഴിൽ അഭ്യാസി എന്ന് പറയുന്നത് നമ്മളിതൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കിതൊന്നും പറ്റത്തില്ല. കറങ്ങി വരത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിന്ന് കറങ്ങുന്നുണ്ട്. എല്ലാ സിനിമയുടെ ഫോട്ടോ ഞാൻ നേരത്തെ കാട്ടാട വരച്ച് തിരുവനന്തപുരത്ത് വരച്ച് ശരിയാക്കി. ശരി. അത് കഴിഞ്ഞിട്ട് ഒരു 8 കൊല്ലം ഗൾഫിൽ കിടന്ന്. റോഡ് വക്കി ഒന്ന് നമ്മൾ പെയിന്റ് അടിച്ചില്ല എന്ന് വേണ്ട. അങ്ങനെയൊന്നും നോക്കണ്ട, അതൊക്കെ ഫോട്ടോയിലൊന്നും അറിയത്തില്ല. ഒരു ഇട്ടായുടെ ഒരു ശകലം ഇട്ടായി കൂടുതൽ ആയി കഴിഞ്ഞാൽ 8ന്റെ മണിയാകുമെന്ന് പറഞ്ഞ് തോമസ്. അതുകൊണ്ട് ഞാൻ ഞാൻ കാട്ടാക്കടയിൽ കൂടെ തന്നെ വന്നപ്പോഴേ പണ്ട് കണ്ടിരുന്ന ഒരു കാഴ്ച ഇപ്പം അധികം കാണാത്തൊരു കാഴ്ച കണ്ടു. എന്നാൽ പിന്നെ അവരോട് 2 വാക്ക് സംസാരിക്കും. ആ കാഴ്ച എന്താണെന്ന് നോക്കും. പണ്ട് ഈ മതിലിൽ ഒക്കെ ഇതുപോലെ വരയ്ക്കുമായിരുന്നു. ഈ ഫ്ലക്സ് പ്രിൻറ്റിങ് മറ്റുള്ള പ്രിൻറ്റിങ് സംവിധാനം വന്നപ്പോഴത്തേക്ക് ഈ വരയ്ക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ ഒരു തൊഴിൽ നഷ്ടമായി. പക്ഷേ ഇപ്പോഴും ചില മതിലുകളിൽ പരസ്യങ്ങൾ ഇവർ വരയ്ക്കാറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഇവർ വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ മഴയും വെയിലും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഈ എന്താണ് കയറ് കെട്ടി തൂങ്ങിയാടിക്കൊണ്ട് വെള്ളം മറിച്ചിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത്. എന്താ പേര്? തോമസ്. അതാരാ പേര്? എന്താ പേരെന്താണ്? അരുൺ. എത്ര വർഷമായിട്ട് തോമസ് വരയ്ക്കുന്നു? 35 കൊല്ലമായിട്ട് ഇത് തന്നെ ജോലി. പക്ഷേ ഇപ്പം ഈ 35 വർഷത്തിനിടയിലാണ് ഈ പ്രിന്റിങ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോഴത്തേക്ക് പണി കുറഞ്ഞോ? ഓഡിങ്സ് ഇല്ല, വാൾ പെയിന്റിങ് കിട്ടും അല്ലേ? അതും ഈ പരസ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പടം വരയ്ക്കുന്നുണ്ട് അല്ലേ? എവിടെയാണ് തോമസിന്റെ നാട്? ഇവിടെ കാട്ടാക്കട തന്നെ. ഓ, നാട് ഇവിടെ തന്നെ. അത് തന്നെ. നിങ്ങൾക്ക് വർക്ക് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകണമല്ലോ. ഇതൊരു കൈവഴക്കമാണ്. അത് ഈസി ആയിട്ട് പോകും. കായൊക്കെ നല്ലവണ്ണം വളഞ്ഞു വരും. നമ്മൾ പേന പിടിച്ച് എഴുതിയാൽ ഇത്രയും വൃത്തിയാകത്തില്ല. ഈ 35 വർഷത്തിനിടയ്ക്ക് എത്ര മതിലുകൾ, എത്ര ഹോർഡിങ്സും ഒക്കെ എഴുതി കാണും. അതൊരു എണ്ണവും ഇല്ലല്ലോ. ഹോർഡിങ്സിന്റെ വർക്ക് ഇപ്പൊ തീരെയില്ല. അതെല്ലാം പ്രിന്റിങ് ആയി, ഫ്ലെക്സായി മാറി, ക്ലോത്തായി. ഇപ്പൊ ഈ പിന്നെ മതില് ഇപ്പോഴും കിട്ടും. മുമ്പൊക്കെ ഈ വീട്ടുകാരുടെ മതില് മറ്റേ കടക്കാർ വാടകയ്ക്ക് എടുക്കുമായിരുന്നു അല്ലേ? ഒരു വർഷത്തേക്ക് ഒരു എമൗണ്ട് കിട്ടും, നല്ല സൈറ്റുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ. ഇപ്പൊ മതിലിനൊന്നും പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനം കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. അതും കൂടെ ആയാലും ഉടനെ, അതെ, അതും കൂടെ ആയാലും ആ പണിയും കൂടെ മാറി കിട്ടും. ഇത് എപ്പോഴും ഈ മഴക്കാലത്തൊന്നും ഈ പണി കാണത്തില്ല. അപ്പൊ വേറെ പണി എന്ത്? അതുകൊണ്ട് മഴ പെയ്താലും കുഴപ്പമില്ല. ശരി ശരി. ഇതിപ്പോ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചിട്ട് പിന്നെ വീണ്ടും വരയ്ക്കണോ? സെക്കൻഡ് കോട്ട് ചെയ്യണം അല്ലേ? ആദ്യം നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അടിക്കും. അരുണും കുറേ നാളായത് വരയ്ക്കാൻ തുടങ്ങിയിട്ട്. അരുണൊരു സഹായി എന്നുള്ള രീതിയിലുള്ള, അതോ മെയിൻ വരപ്പാണോ? കൂടെ പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇത് ഇടയ്ക്കൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക, സെക്കൻഡ് കോട്ട് അടിക്കുക, ഇതൊക്കെ ഉള്ളൂ. ശരി ശരി. വേറെ പഠിക്കുന്നുണ്ടോ? ശരി ശരി ശരി. ഈ നമ്മുടെ ഈ 35 വർഷത്തിനിടയ്ക്ക് നമുക്കുണ്ടായ ഈ പ്രിന്റിങ് മേഖലയിൽ, ഈ വരപ്പിന്റെ മേഖലയിൽ, പരസ്യരംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ ഫ്ലെക്സ് അല്ലാതെ ഞാൻ നേരത്തെ സിനിമ കട്ടൗട്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കട്ടൗട്ടറുകളും ചെയ്യും. പണ്ട് സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ സിനിമ വാൾ പോസ്റ്റെല്ലാം വരപ്പായിരുന്നു ആദ്യകാലത്ത്. അത് ശരി.
അന്ന് വരയ്ക്കും. മമ്മൂട്ടി ഈ റോഡ് സൈഡിൽ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ എത്ര എണ്ണം വരച്ച് വെച്ചിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം പ്രിൻ്റായി. അപ്പോൾ ഈ നിങ്ങൾ വരച്ചുകൊണ്ടിരുന്നവർ തന്നെയാണ് പലരും ഈ പ്രിൻറ്റിങ് കൊണ്ട് തുടങ്ങിയിട്ടുള്ളത്. തോമസ് തുടങ്ങിയില്ലേ? അവിടെ ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കൽ പരിപാടി വരുന്നുണ്ടോ? ഡിസൈൻ ചെയ്ത് കൊടുക്കും. അത് ശരി. ഓക്കെ. അപ്പോൾ ഇതൊരു കലയാണ്, ഇതൊരു കൈവഴക്കമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നാണല്ലോ. അവർ പലരും പനുമെല്ലാം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഈ തൂങ്ങാൻപാറ എന്ന് പറഞ്ഞാൽ ഈ തൂങ്ങിക്കിടന്ന് വരയ്ക്കുന്നവരുണ്ടായിരുന്നോണ്ടാണ് ഈ തൂങ്ങാൻപാറ. അവിടെ പാറയുള്ളത്. രണ്ട് പാറ ഉണ്ടായിരുന്നു. രണ്ട് പാറ ഉണ്ടായിരുന്നു. ഒരു പാറ പൊട്ടിച്ച് കളഞ്ഞു. അത് ശരി. അങ്ങനെയാണ് തൂങ്ങാൻപാറയായത്. അക്ഷരങ്ങൾ എത്ര ഈസി ആയിട്ടാണ് തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നതെന്ന് നോക്കും. എങ്ങോട്ട് പറഞ്ഞതാ? ഞങ്ങളിങ്ങനെ കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ ഒരു യാത്രയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാനിങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ് ഈ ഇങ്ങനെ മതിലിലോ ഒക്കെ നിന്ന് വരയ്ക്കുന്നത്, ഭിത്തിയിലോ ഒക്കെ നിന്ന് വരയ്ക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം. അങ്ങനെ നിങ്ങളെ തോമസിനെ അരുണിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. ഇതൊന്ന് കണ്ടുകൊണ്ട് കുറച്ച് നേരം നിൽക്കാനും പറ്റി. അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചാൽ പോകത്തല്ലേ ഉള്ളൂ. ഇതൊരു മിടുക്കാണ്. പണ്ട് പോലെ ഈ വരപ്പുണ്ടായിരുന്നു പഠിക്കുന്ന കാലം പോലെ? ഞാൻ എൻ്റെ 5ാം ക്ലാസ് തൊട്ട് എൻ്റെ അച്ഛനെ പഠിപ്പിച്ച ടീച്ചറാണ് അമ്മവും കൂടെ എന്ന് പറയാം. അവരാണ് അതിൻ്റെ എന്നെ സ്കൂൾ ഉച്ചയ്ക്ക് ഒന്ന് പുറത്ത് കൊടുക്കുക. അവർ ചോറ് തന്ന് അവിടെ ഇരിക്കും. ഇത് കാക്കയും പൂച്ചയും പട്ടിയൊക്കെ പഠിച്ചിട്ടിരിക്കും. അന്ന് സ്ലേറ്റില്ല. സ്ലേറ്റിൽ അങ്ങനെ ഞാൻ അന്ന് അങ്ങനെ സ്ലേറ്റിൽ വരച്ച് തുടങ്ങിയതാണ്. സ്ലേറ്റിൽ വരച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ മതിലെത്തി. കുടുംബം മക്കളൊക്കെ? രണ്ട് മൂത്ത മോള് +1 അവരൊക്കെ വരയ്ക്കുമോ? മൂത്താള് വരയ്ക്കും. രണ്ടുപേരും ഡാൻസ് മാസ്റ്ററാണ്. സ്റ്റേജ് പ്രോഗ്രാം. അത് ശരി ശരി. പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നലെ പോയിട്ട് വന്നേ ഉള്ളൂ. ക്ഷേത്രങ്ങളിൽ പരിപാടി ഉണ്ടല്ലേ? അപ്പോൾ അവർ മക്കളും കലാകാരന്മാരാണ്. വരപ്പിനോടൊപ്പം അവർക്ക് ഡാൻസും ഉണ്ട്. ശരി. ഒരു കലാകുടുംബം. നമ്മൾ പക്ഷേ വെയിലത്താണ് കൂടുതൽ സമയം. അടുത്ത വെയിലത്തോട്ട് പോകണം. വൈകുന്നേരം ആകുമ്പോൾ വെയിൽ താഴും. നമുക്ക് ഈ ഒരു വെയിലൊന്ന് സെറ്റപ്പാക്കി ഒന്ന് തണലത്ത് നിന്ന് പണിയാനുള്ള മാർഗമൊന്നുമില്ല. ഒരു മറ്റേ തട്ടുകടക്കാരൊക്കെ വഴിവെക്കലെ കച്ചവടക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഒരു കുടയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ കുത്തി വെച്ചോണ്ട് തലയിൽ വെക്കുന്ന കൂടെ. അതാകുമ്പോ മുഖത്തോട് വെയിലടിക്കത്തില്ല. എന്നാലും ബോഡിയിലൊക്കെ അടിക്കും. അതെ അതെ. അടിച്ചടിച്ച് പെയിന്റ് തീർത്തോ? ഇത് നമ്മളിങ്ങനെ ഒരു കൊട്ടേഷൻ മൊത്തത്തിൽ അങ്ങ് വാങ്ങിക്കുന്നത്. പെയിൻ്റൊക്കെ നമ്മൾ തന്നെ വാങ്ങിച്ചടിക്കുന്നത്. ഇത്ര സ്ക്വയർ ഫീറ്റിന് ഒരു റേറ്റ് പറഞ്ഞ് അങ്ങനെയുള്ള സംഭവമാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ വാങ്ങിക്കും. ശരി ശരി. അപ്പോൾ പെയിൻറ്റ് കുറച്ചടിച്ചാൽ ബാക്കി നമ്മുടെ കയ്യിലിരിക്കും. വേറെ വർക്ക് ചെയ്യാണ്. വന്ന സ്ഥിതിക്ക് എന്തായാലും ആ പേട്ടയുടെ ഇട്ട അങ്ങ് ഫിനിഷ് ചെയ്ത് ഒരു സഹായം, ഒരു ചെറിയ സഹായം. നിത്യത്തൊഴിൽ അഭ്യാസി എന്ന് പറയുന്നത് നമ്മളിതൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്കിതൊന്നും പറ്റത്തില്ല. കറങ്ങി വരത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിന്ന് കറങ്ങുന്നുണ്ട്. എല്ലാ സിനിമയുടെ ഫോട്ടോ ഞാൻ നേരത്തെ കാട്ടാട വരച്ച് തിരുവനന്തപുരത്ത് വരച്ച് ശരി. അത് കഴിഞ്ഞിട്ട് ഒരു 8 കൊല്ലം ഗൾഫിൽ കിടന്നു. റോഡ് വർക്ക് ഒന്നും നമ്മൾ പെയിന്റ് അടിച്ചില്ല എന്ന് വേണ്ട. അങ്ങനെയൊന്നും നോക്കണ്ട. അതൊക്കെ ഫോട്ടോയിലൊന്നും അറിയത്തില്ല.
ആ ഒരു ഇട്ടായുടെ ഒരു ശകലം ഇട്ടായി കൂടുതൽ ആയി കഴിഞ്ഞാൽ 8ൻ്റെ മണിയാകുമെന്ന് പറഞ്ഞ് തോമസ്, അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രവൃത്തി കണ്ട് നമുക്ക് വളരെ സന്തോഷം. കാരണം ഇങ്ങനെ അധ്വാനിക്കുന്നവരെ കാണുമ്പോഴത്തേക്കുള്ള ഒരു അഭിമാനം ഉണ്ടല്ലോ. എന്തായാലും തോമസിനെ കാണാൻ കഴിഞ്ഞാലും പരിചയപ്പെടാൻ കഴിഞ്ഞാലും സന്തോഷമുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ, അദ്ദേഹത്തൊക്കെ പെയിൻ്റാണെന്ന് അറിയാം. ഓക്കെ. ഇതുപോലുള്ളവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അധ്വാനിക്കുന്നവർ, അവരുടെ ഒരു ജീവിതം. ഇപ്പം ഞങ്ങളുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറ. നിങ്ങളെ അധ്വാനം ജീവിക്കാൻ പറ. ഇത് ഇങ്ങോട്ട് നോക്കിയെന്ന് പറ. എല്ലാവരും അധ്വാനം ജീവിക്കാൻ പറ. എല്ലാവരും ഇതേപോലെ അധ്വാനിച്ച് ജീവിക്കണം. തരികിടാളൊന്നും കൊണ്ട് നടക്കരുതെന്നാണ് പറയുന്നത്.